എന്തായാലും ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു കാലാവസ്ഥ എങ്ങനെയുണ്ട്, അന്തരീക്ഷം എങ്ങനെയുണ്ട്? വളരെ പെട്ടെന്ന് കുറച്ച് മഴ വന്നപ്പോഴത്തേക്ക് വലിയ ചൂടിന് വലിയൊരു കുറവ് വരുന്ന പോലത്തെ ഒരു തോന്നൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക്, നമ്മുടെയൊക്കെ ഒരു അനുഭവത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനിടയാക്കിയത് ഈ വേനൽ മഴയാണ്. ആ വേനൽ മഴ കുറേ കൂടി കനക്കും, കാര്യമായിട്ടുണ്ടാകും എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. ഒരാഴ്ചക്കാലം കൂടി വേനൽ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിക്കും മിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷീജ വിശദാംശങ്ങളുമായി നമ്മൾക്കൊപ്പം ആദ്യം ഇപ്പോൾ വരുന്നുണ്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ്. മഴയൊന്നുമില്ലെങ്കിലും റോഡിൽ വെള്ളം കാണാം. മഴയുടെ അന്തരീക്ഷം സാധ്യത കൂടുതലാണെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്, അല്ലേ? തീർച്ചയായും ശരത്ത്, നമ്മൾ വലിയൊരു ചൂടുകാലം എന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ അത്രത്തോളം കഠിനമായിരുന്നു ഇത്തവണത്തെ വേനൽ എന്ന് പറയുന്നത്. ആ വേനലിൽ വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വേനൽ മഴ എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾക്ക് കൂടുതൽ ആശ്വാസമേകുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് തുലാവർഷം കൂടി, അതായത് കാലവർഷം കൂടി എത്തുകയാണ്. കാലവർഷം ഈ മാസം 31-ന് കേരളത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു മഴക്കാലമായിരിക്കും സംസ്ഥാനത്ത് എന്നുള്ളത് സംശയമില്ല. കാരണം ഈ ആഴ്ച വേനൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. ഇന്ന് 3 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് ഉള്ളതെങ്കിൽ പോലും നാളെ മുതൽ കൂടുതൽ ജില്ലകളിലേക്ക് യെല്ലോ അലേർട്ട്, അതായത് 5 മുതൽ 8 വരെ ജില്ലകളിലേക്ക് ഓരോ ദിവസവും അലർട്ടുകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളുടെ എണ്ണം കൂടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം പ്രധാനമായും എടുത്തു പറയേണ്ടത്, ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അലർട്ട് ഇല്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം രാത്രിയും വൈകുന്നേരവും എല്ലാം ശക്തമായിട്ടുള്ള മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെ വരെയും മലയോര മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചു. അതിനൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ നഗരപ്രദേശത്ത് പോലും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ രാവിലെ ഉള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ മഴയ്ക്കുള്ളൊരു സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. 10 മണിക്ക് പുതുക്കിയ അലർട്ടുകൾ വരുന്നതായിരിക്കും. അതിൽ മുന്നറിയിപ്പുകളിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാരണം സംസ്ഥാന വ്യാപകമായി തന്നെ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ചും ജനങ്ങളോട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നൊരു നിർദ്ദേശം, മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ജാഗ്രത സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്നത് അതുപോലെ തന്നെ ജനങ്ങൾ അനുസരിക്കേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ്. നൽകുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ പാലിക്കേണ്ടതാണ് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നിലവിലിപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നത്. ശരത്ത്, ഷീജത, കാലാവസ്ഥയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അമ്പിളി പത്തനംതിട്ടയിൽ നിന്ന് പറയുന്നത് ഇന്നലെ മഴ ചാറി നിൽക്കുകയായിരുന്നു. കാര്യമായി അങ്ങനെ പെയ്തിട്ടില്ല, പക്ഷേ എങ്കിലും കൊള്ളാം. രജീഷ് ബാലുശ്ശേരിയിൽ നിന്ന് പറയുന്നത് ഇന്നലെ രാത്രി ഇടിയോടുകൂടിയ മഴ ലഭിച്ചു, ഇപ്പോൾ നല്ല മഴക്കാറുണ്ട്. രജീഷ്, ഈ മഴക്കാർ കണ്ടൊന്നും പ്രതീക്ഷിക്കരുത്, അതെപ്പോൾ വേണമെങ്കിലും പോകാം. പക്ഷേ ഉള്ളത് നല്ലതാണ്, പെയ്യട്ടെ. ഷീജ, ഒരു സഡൻ ബ്രേക്ക് ഇട്ട പോലെ ചൂടിനൊരു വലിയ ആശ്വാസം വന്നു എന്നൊരു പൊതു ഫീലുണ്ടല്ലേ? തീർച്ചയായും ശരത്ത്, പ്രത്യേകിച്ച് ഈ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിൽ, കാരണം നമ്മൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഓരോ ഷൂട്ടിന് പോകുമ്പോഴും അത്രത്തോളം ചൂടാണ് അനുഭവിക്കുന്നത്. കാരണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ വിയർത്ത് ആ രീതിയിൽ വലിയ തോതിൽ വിയർക്കുകയും അതിനെ തുടർന്നുള്ള ഡീഹൈഡ്രേഷൻ ഉൾപ്പെടെയുള്ളവ നമ്മൾ നേരിട്ട് ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വെയിലിൽ ജോലി ചെയ്യുന്നവരുടെ എല്ലാവരുടെയും സാഹചര്യം അതുപോലെയായിരുന്നു, അത്രത്തോളം അതികഠിനമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സൂര്യാഘാത മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിലുള്ളൊരു അത്രത്തോളം അതികഠിനമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് വലിയൊരു ആശ്വാസമായി വേനൽ മഴ എത്തിയത്. ഏതായാലും വേനൽ മഴ ഇനിയിപ്പോൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും രാവിലെയാണെങ്കിലും രാത്രിയിലാണെങ്കിലും വീട്ടിൽ ഇരിക്കുന്നവർക്ക് പോലും വലിയൊരു ആശ്വാസമാണ് ഈ വേനൽ മഴ ശക്തി പ്രാപിച്ചതിലൂടെ ഉണ്ടായിട്ടുള്ളത്. ശരത്ത്.